ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ വിഷ്ണു ഓമനക്കുട്ടൻ .4ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറയുന്നു നമ്മുടെ വണ്ടിയുടെ ക്ലച്ചുകൾ പൊട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ വർക്ക്ഷോപ്പിൽ എത്തിക്കാം എന്ന് ഞാൻ പറയുന്നു. ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മുടെ വണ്ടിയുടെ ക്ലച്ച് കേബിൾ എങ്ങനെ മാറുന്നതെന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ക്ലച്ച് കേബിൾ. ഗ്ലാമറിൻ്റെ ക്ലച്ചുകളാണ്. ഏകദേശം ഒരു 85 രൂപ വരും. മിക്കവാറും എല്ലാ കേബിളിനും ഏകദേശം ഒരു 100-150 രൂപയ്ക്കകത്തൊക്കെ വരത്തുള്ളൂ. നമ്മുടെ ക്ലച്ചുകൾ എപ്പോഴും ഒരു ടൈറ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് മാറിയേക്കണം. അല്ലെങ്കിൽ ഒരു 18,000 കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുമ്പം ക്ലച്ചുകൾ മാറണം. അല്ലെങ്കിൽ പിന്നെ അത് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. ഇതാണ് ക്ലച്ച് കേബിള്. ഈ കേബിളിൻ്റെ ഈ ഒരു വശമാണ് നമ്മൾ ക്ലച്ച് പിടിക്കുന്ന ലിവറിൻ്റെ ആ ഇൻഡിലായിട്ട് വെക്കുന്ന ഈ ഒരു വശമാണ്. പിന്നെ ക്ലച്ചിൻ്റെ ലിങ്കേജ് വെക്കുന്നതും ഈ ഒരു വശം. അത് 2 നെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു റബ്ബർ ബുഷ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ റബ്ബർ ബുഷ് എന്ന് വെച്ചാൽ ഈ കേബിളിനകത്തോട്ട് പൊടിയൊന്നും കയറി പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ബുഷ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ക്ലച്ചുകൾ മാറുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ക്ലച്ചുകൾ മാറാൻ തുടങ്ങാം. പിന്നെ വണ്ടിയുടെ എല്ലാ ക്ലച്ചുകളും ഒരേ രീതി തന്നെയാണ് മാറുന്നത്. പിന്നെ അത് റൂട്ടൊക്കെ വ്യത്യാസമുണ്ട്. ആ കേബിൾ പോകുന്ന റൂട്ട് വ്യത്യാസമുണ്ട്. ആ റൂട്ട് ക്ലിയർ ആക്കാൻ വേണ്ടി ഞാനൊരു കാര്യം കാണിച്ചു തരാം. വർക്കിലേക്ക് കിടക്കാം. വണ്ടിയുടെ ക്ലച്ച് കേബിൾ വന്ന് അവസാനിക്കുന്ന ഭാഗം ഇതാണ്. ഇവിടെ 2 നെട്ടുണ്ട്. അതിന് 2 നെട്ടും നമ്മൾ അടിച്ച് മാറ്റണം. ഇവിടെ ഒരു 12 നെട്ടും ഇവിടെ ഒരു 14 നെട്ടുമാണ് വരുന്നത്. അപ്പോൾ 12 സ്പാനറും 14 ഒരു സ്പാനറും കൊണ്ടാണ് ഇത് അടിക്കുന്നത്. 14 സ്പാനർ കൊണ്ട് ഇത് ലൂസ് ചെയ്യണം. ഈ 2 നെട്ടും ലൂസ് ചെയ്തതിന് ശേഷം ക്ലച്ചുകൾ മുന്നോട്ട് തള്ളിയാൽ മതി. അപ്പോൾ ഈ ഒരു ഭാഗത്തോട്ട് ക്ലച്ചുകൾ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഈ ഒരു ലിങ്കിൽ നിന്ന് ക്ലച്ചുകൾ ഊരി അങ്ങ് മാറ്റണം. അത് മാറ്റിയതിന് ശേഷം ഈ റബ്ബർ ബൂട്ടും ഈ നെട്ടും അങ്ങ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അപ്പം അത് ഇത്രയും ഊരി മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത വശം നമുക്ക് ഊരാം. ഈ ക്ലച്ച് കേബിളിൻ്റെ ഈ ഒരു വശത്തു നിന്നാണ് ഊരുന്നത്. ഇവിടെ ചെറിയൊരു ബുഷൊക്കെ ഇട്ടേപ്പുണ്ട്. ആ തെള്ളിയും കൂടെ നീക്കണം. പൊടിയൊന്നും കയറാതിരിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കുന്നത്. ഇനി ഇവിടുന്ന് ഈ ഒരു അറ്റം ക്ലച്ച് കേബിൾ അടിയിൽ നിന്ന് ഊരിയെടുക്കണം. അപ്പോൾ അത് ഊരിയെടുത്ത് റൂട്ട് ക്ലിയർ ആക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു റോപ്പ് ഇട്ട് കെട്ടിയപ്പോണ്ട്. എന്നിട്ട് ഈ പഴയ കേബിൾ അതുവഴി വലിച്ചെടുത്ത് കഴിയുമ്പോൾ കറക്റ്റ് ആ റൂട്ടിൽ കൂടി കേബിളിങ് പോകുന്നുള്ളൂ. കണ്ടോ, ആ കയറ് ഇങ്ങ് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ പുതിയ കേബിൾ ഇവിടെ ഇട്ട് കൊടുക്കണം. പുതിയ കേബിളിൻ്റെ 2 നെട്ട് ഊരി മാറ്റിയതിന് ശേഷം ആ വശത്ത് റോപ്പ് ഇട്ട് കെട്ടണം. അപ്പോൾ അതൊക്കെ ആ റോട്ടിലൂടെ തന്നെ നമ്മൾ ആ കടത്തി വിട്ട് കൊടുത്താൽ മതി. നമുക്ക് റൂട്ട് കറക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ് ആ റോപ്പ് ഇട്ടേക്കുന്നത്. ആ റൂട്ട് വഴി തന്നെ ക്ലച്ച് കേബിളിങ് എത്തിയിട്ടുണ്ട്. ആദ്യമേ ഈ കേബിളിൻ്റെ ഈ ഒരു വശം നമ്മൾ ലിവറിനകത്തോട്ടാണ് പിടിപ്പിക്കേണ്ടത്. ലിവറിൻ്റെ അടിവശത്തായിട്ടാണ് ഈ ഒരു ഹോൾ വരുന്നത്. അത് ക്യാമറയ്ക്ക് അത് കിട്ടത്തില്ല, അതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഒരു വശം ലിവറിനകത്തോട്ട് ഞാൻ കയറ്റി അതിനുശേഷം അത് മുന്നോട്ട് പിടിച്ച് ഈ എൻഡിലോട്ട് പിടിച്ചാൽ കിട്ടുന്നാൽ മതി. അപ്പോൾ അത് അവിടെ ആ ഒരു കാര്യം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ അപ്പുറത്തെ വശമാണ് സെറ്റ് ചെയ്യേണ്ടത്. ആദ്യമേ ഈ കേബിളിൻ്റെ ചെറിയ നെട്ട് ആദ്യമേ കയറ്റാൻ ഇട്ട് കൊടുക്കണം. അത് മൊത്തം ഇട്ട് കൊടുത്തതിന് ശേഷം കേബിള് ചെറിയ സ്റ്റേ ഉണ്ട്. ആ സ്റ്റേക്കകത്തോട്ട് കയറ്റിയിട്ട് കൊടുക്കണം. അതിനുശേഷം രണ്ടാമത്തെ നെട്ട്, അത് 14 നെട്ടാണ്, അതാണ് കയറ്റിയിട്ട് കൊടുക്കേണ്ടത്.
അത് മുറുകി കൊടുത്ത് മുറുക്കിയില്ല, അത് ജസ്റ്റ് കയറ്റി എടുത്തിട്ടേ ഉള്ളൂ. അതിനുശേഷം ആ ഡസ്റ്റ് സീൽ കയറ്റിയിരുന്നു. ഇത് മണ്ണും പൊടിയൊന്നും കേബിളിനകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഡസ്റ്റ് സീൽ കൊടുത്തിരിക്കുന്നത്. അത് കയറ്റാൻ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാണ് ക്ലച്ചിൻ്റെ ലിങ്ക്. ഈ ലിങ്ക് ഇവിടെ ചെറിയ സ്ലോട്ടുണ്ട്. ആ സ്ലോട്ടിനകത്തോട്ട് ഈ ഒരു വശം ആ സ്ലോട്ടിനകത്തോട്ട് കയറ്റിയിട്ട് കൊടുക്കണം. അപ്പം അത് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ക്ലച്ച് പ്ലേ ആണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ക്ലച്ച് ഇട്ട് കൊടുക്കണം. ഇങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ആദ്യമേ ക്ലച്ച് കേബിൾ മുന്നോട്ട് വലിച്ചതിന് ശേഷം ആയത്തിനിട്ട് നമ്മൾ കൈ കൊണ്ട് അടുപ്പിച്ച് കൊടുക്കണം. അത് ഏറ്റവും ഇപ്പോഴേ മുറുക്കരുത്. നമ്മൾ ക്ലച്ച് ലിവറിൻ്റെ പ്ലേ ഒന്ന് നോക്കണം. ഇനി അടുത്തത് ക്ലച്ച് ലിവറിൻ്റെ പ്ലേ ആണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് കൂടിക്കിടക്കുകയാണ്. ഇനി അടുത്തത് പ്ലേ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇതാണ് പ്ലേ അഡ്ജസ്റ്റ് ചെയ്യുന്ന നെറ്റ്. മുമ്പേ കാണിച്ചത് തന്നെ. ആ നെറ്റ് കുറച്ചുകൂടി മുന്നോട്ട് നീക്കിയതിന് ശേഷം ഈ നെറ്റുണ്ടല്ലോ, ഇതാണ് അഡ്ജസ്റ്റ് ചെയ്യുന്ന നെറ്റ്. ഇതങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സ്പാനർ കൊണ്ട് ഈ നെട്ടാ മുറുകി കൊടുത്താൽ മതി. ഇവിടെ പ്ലേ അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം പെഡൽ പ്ലേ ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 2 mm തൊട്ട് ഒരു 4 mm വരെ, അതായത് മില്ലിമീറ്ററിലാണ് നമ്മൾ പ്ലേ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ഈ ഒരു ക്ലച്ചിൻ്റെ പ്ലേ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ കൈ ചെറുതായിട്ട് വെക്കുമ്പോൾ തന്നെ ക്ലച്ച് ആവുന്നതാണ്. അതൊരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ ഈ ഒരു പെഡൽ പ്ലേ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ക്ലച്ച് കേബിൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളെപ്പോഴും ക്ലച്ചുകൾ മാറുമ്പം ഏകദേശം ഒരു 12,000 കിലോമീറ്റർ അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മുടെ ക്ലച്ച് പിടിക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ, അതായത് ടൈറ്റൊക്കെ വരുമ്പോൾ അന്നേരം തന്നെ കേബിളൊക്കെ മാറിയിരിക്കണം. അല്ലെങ്കിൽ പിന്നെ അത് പൊട്ടിപ്പോയിട്ട് നമ്മൾ വഴിയിലൊക്കെ വീഴാൻ ചാൻസ് കൂടുതലാണ്. അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ കേബിൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കണം. പിന്നെ ടൈറ്റൊക്കെ വരുമ്പോൾ ഏകദേശം അന്ന് ചെറുതായിട്ടൊന്ന് ലൂബൊക്കെ ചെയ്ത് കൊടുത്താലും നന്നായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിലൂടെ ഞാൻ വളരെ വരുന്നതായിരിക്കും. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. ഓക്കെ, വൈൻഡപ്പ് ചെയ്തേക്കാം.